ദാ ഈ മുല്ലപ്പൂ കാണാനായിട്ട് ഒറിജിനൽ പോലെ തോന്നുന്നില്ലേ? എന്നാൽ ഇത് നമ്മൾ ടിഷ്യൂ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് എങ്ങനെയാണ് മുല്ലപ്പൂ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇത്രയും വലിയ മുല്ലപ്പൂവിന്റെ മാല ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആവശ്യം വന്നത് വെറും 5 ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ മടക്കിയതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന്റെ കോർണർ ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ മുല്ലപ്പൂ ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് 3 ടിഷ്യൂസ് വീതം നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കളർ മിക്സ് ചെയ്യാം. നമ്മളുടെ മുല്ലപ്പൂവിന് ഒരു ഒറിജിനാലിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്രീൻ കളർ പെയിന്റും പിന്നെ യെല്ലോ പെയിന്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പശയും വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ നടുഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ മുല്ലപ്പൂ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി മുതൽ മുല്ലപ്പൂ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. അതുപോലെ തന്നെ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോസ്റ്റലിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ.